അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിക്കുവാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങളെല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. അപ്പോസ്തലപ്രവൃത്തി 3-16 ഇവിടെ നടന്നിരിക്കുന്ന അത്ഭുതത്തിന് കാരണം മറ്റൊന്നുമല്ല, വിശ്വാസം തന്നെ എന്ന് അപ്പോസ്തലന്മാർ പറയുകയാണ്. റോമാലേഖനം 4-20 നാം വായിക്കുമ്പോൾ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം പിതാവിൻ്റെ ആ വിശ്വാസം അവന് നീതിയായി കണക്കിട്ടു എന്ന് നാം വായിക്കാറുണ്ട്. പലപ്പോഴും ആ നീതിയെപ്പറ്റി ചിന്തിക്കുന്നതൊഴികെ ഈ വിശ്വാസം ദൈവത്തിന് മഹത്വം കൊടുത്ത ഒരു കാര്യമാണ് എന്ന് അതേ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ശ്രദ്ധിച്ചിരിക്കുകയില്ല. അതേ പ്രിയരെ, വിശ്വസിക്കുക മാത്രം ചെയ്യുന്നത് പോലും ദൈവത്തിന് നാം മഹത്വം കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. നാം ഓരോരുത്തരിലൂടെയും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ വെളിപ്പെടണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ഞാൻ ചെയ്യേണ്ടതാകുന്നു. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നാം ഓരോരുത്തരിലൂടെയും വെളിപ്പെടണം. നാം ആയിരിക്കുന്ന ജോലിസ്ഥലത്ത്, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ സഭയിൽ എല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ വിശ്വാസം മൂലം സംഭവിക്കുമ്പോൾ അത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു സംഗതിയായി മാറുകയാണ്. വൻ കാര്യങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ദൈവപ്രവൃത്തിയായി നമ്മിലൂടെ രൂപപ്പെട്ടു വരികയാണ്. നമ്മുടെ വീര്യപ്രവൃത്തിയായിട്ടല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഈ വൻ കാര്യം സംഭവിക്കുവാൻ കാരണം എന്ന് അപ്പോസ്തലന്മാർ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പ്രസ്താവിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം, അവനിലുള്ള വിശ്വാസം, അവൻ ക്രൂശിൽ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ചുള്ള ഉത്തമമായ ബോധ്യം, ഇത് നാം പ്രസംഗിക്കുമ്പോൾ, ഇത് ഒരാൾ വിശ്വാസത്തോടെ കേൾക്കുമ്പോൾ അവിടെ ഒരു അത്ഭുതം ജനിക്കുകയാണ്. മുടന്തൻ്റെ വിശ്വാസത്താൽ, അപ്പോസ്തലന്മാരുടെ വിശ്വാസത്താൽ ദൈവേഷ്ടമായി വലിയൊരു അത്ഭുത പ്രവൃത്തി ഇവിടെ നടന്നതുപോലെ നാം ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകണം എന്ന് കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിക്കുകയാണ്. ഞാൻ ചെയ്തതിലും വലിയവ നിങ്ങൾ ചെയ്യും എന്ന് അനുഗ്രഹിച്ചവനായ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് മുൻപോട്ട് നയിക്കും.